ഒരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുമ്പോഴും ആക്ച്വലി അയാൾക്കല്ലല്ലോ പ്രശ്നം, നമുക്കല്ലേ. കാരണം ഈ പറയുന്നതും കേൾക്കുന്നതും അതിൻ്റെ ഇമോഷൻ വരുന്നത്, ദേഷ്യം വരുന്നത് നമുക്കാ. നമ്മളിലല്ലേ ചേഞ്ച് വരുന്നത് ഫിസിക്കലി. ദേഷ്യത്തിന്റെ ഹോർമോൺ നമ്മളിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പുറത്തിരിക്കുന്ന ആളത് കൂളായിട്ട് എടുക്കുകയാണെങ്കിൽ അയാൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പം അയാൾക്ക് ചെവി കേൾക്കാത്ത ഒരാളാന്ന് വിചാരിക്കും, അയാൾ നെവർ അത് ബോധേഡല്ലല്ലോ. പക്ഷെ ഞാൻ പറയാം, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊരു മുന്തിരി എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് വായിലിട്ടിട്ട് കുറച്ചു നേരം കണ്ണടച്ച് അത് ച്യൂ ചെയ്യുക. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ്, നമുക്ക് എപ്പോഴും മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഡോക്ടറെ കാണാനോ സൈക്കോളജിസ്റ്റിനെ കാണാനോ പറ്റില്ല. ആവശ്യമുള്ള സീവിയർ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ തെറാപ്പി ആവശ്യമുള്ളവർക്കൊക്കെ പോവാം. ഗ്രോത്തിന് വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റിനെ കാണാം. പക്ഷെ എല്ലാ ഹ്യൂമൻ ബീയിങ്ങും മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കിറ്റ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് ഞാൻ ആ കിറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്പിളോ അല്ലെങ്കിൽ മുന്തിരിയോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് വായിലിട്ടിട്ട് കണ്ണടച്ചിരുന്ന് അത് ചെയ്ത് അത് ടേസ്റ്റ് ചെയ്ത് അത് ഫീൽ ചെയ്ത് അത് ഇറക്കുക. അപ്പൊ അത്രയും സമയം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിലായിരിക്കും. അപ്പൊ ഫുൾ ബോഡി മൈൻഡ് അതിലേക്ക് ഫോക്കസ്ഡ് ആവും. അപ്പൊ ഇത് നമുക്ക് എല്ലാ കാര്യത്തിലും ചെയ്യാം. ഇപ്പം നമ്മളൊരു കോഫി കുടിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം മറൈൻ ഡ്രൈവിൽ ഇരുന്ന് നമ്മൾ അത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. റീഡ് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫിന്റെ ഓരോ ഭാഗത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആവാതെ. പക്ഷെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ സാധ്യത കൂടുതലല്ലേ. അപ്പൊ അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിൾ എക്സസൈസ് കൂടെ ചെയ്യാൻ പറയുന്നത്.